ഹലോ, ജയം ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അരുണാചലവും രമണാശ്രമവുമൊക്കെ സന്ദർശിച്ച് മടങ്ങി വരുന്ന വഴിയാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 8:30-ക്കാണ് നാട്ടിലേക്കുള്ള ട്രെയിൻ. ഞങ്ങൾ സന്ധ്യ ആകാറായപ്പോഴേ അവിടെ എത്തി. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷന് 1 കിലോമീറ്റർ പിന്നിലായി വെല്ലൂർ കോട്ടയുണ്ട്. അതായത് വെല്ലൂർ CMC ഹോസ്പിറ്റലിന് അടുത്തായിട്ട്. സമയമുണ്ടല്ലോ, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി കണ്ടുവരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കടുത്തെത്തി. കോട്ടയുടെ മുൻപിലായി ഇതാ ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്നതൊരു കുളമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കിടങ്ങാണ്. അതായത് കോട്ടയ്ക്ക് ശത്രുവിൻ്റെ ആക്രമണം പെട്ടെന്നുണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ. 16 അടി താഴ്ചയിൽ വെള്ളമുണ്ട്. അതുപോലെ 10,000-ഓളം ചീങ്കണ്ണികൾ പണ്ട് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ കടന്നേ ശത്രുവിന് കോട്ടയിലേക്ക് എത്തുവാൻ പറ്റുകയുള്ളൂ. ഇതാ നമ്മൾ കോട്ടയുടെ പ്രവേശന കവാടത്തിന് അടുത്തെത്തി. ദീർഘചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് കടന്നാൽ 136 ഏക്കർ വിസ്തീർണവുമുണ്ട്. വിജയനഗര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. അതിനുശേഷം ബിജാപൂർ സുൽത്താൻ, മറാഠ, പിന്നീട് കർണാട്ടിക് നവാബ് എന്നിവരുടെയൊക്കെ കൈവശമായിരുന്നു കോട്ട. പിന്നീട് ബ്രിട്ടീഷുകാർ ഇത് മദ്രാസ് റെജിമെൻറ്റിൻ്റെ 2 ഇൻഫൻട്രിയായും ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം 1921-ലാണ് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ പ്രസിദ്ധമായ വെല്ലൂർ ലഹള ഈ കോട്ടയിൽ നിന്നാണ് ആരംഭിച്ചത് 1806-ൽ. അതുപോലെ തന്നെ ഈ കോട്ടയിൽ നിന്നും വിരിഞ്ഞപുരം എന്ന സ്ഥലത്തേക്ക് 12 കിലോമീറ്റർ ദൂരത്തിൽ ഒരു രഹസ്യ തുരങ്കവുമുണ്ട്. യുദ്ധ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന പ്രത്യേക അടിയന്തര സംവിധാനം. കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അസ്തമയ സൂര്യനെ. എന്തൊരു ഭംഗിയാണെന്നോ! പ്രഭാത സൂര്യനും അസ്തമയ സൂര്യനും ഒക്കെ ഒരുപോലെ ഭംഗിയാണ്. എങ്കിലും അസ്തമയ സൂര്യന് ഒരിത്തിരി സൗന്ദര്യം കൂടുതലാണെന്ന് തോന്നിപ്പോകും. നോക്കൂ. കോട്ടയ്ക്കുള്ളിലായി ഒരു മ്യൂസിയം ഉണ്ട്. പക്ഷേ സന്ദർശക സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് ജലകന്ധേശ്വര ക്ഷേത്രം. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഇതുകൂടാതെ ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. പക്ഷേ അതിപ്പോൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാറില്ല. പിന്നെ സെൻറ്റ് ജോൺസ് പള്ളിയുണ്ട്. അവിടെയും ടൈമിങ് കഴിഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് ജലകന്ധേശ്വര ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജലത്താൽ ചുറ്റപ്പെട്ടാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ്റെ പ്രതിഷ്ഠ. തമിഴ്നാടിൻ്റെ ക്ഷേത്ര നിർമ്മാണ ശൈലി പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ അല്ലാതെ നമുക്കിവ കാണാനാവില്ല. ഉയരം കൂടിയ ഗോപുരങ്ങളാണ് ക്ഷേത്രങ്ങളുടെ പ്രധാന ആകർഷണം. നോക്കൂ, ഇവിടെ 100 അടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരമാണിത്. കരിങ്കല്ലിൽ നിർമ്മിച്ച് കൊത്തുപണികളോടുകൂടിയുള്ള ഈ ക്ഷേത്ര ഗോപുരം കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും. പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ വലിയ ക്ഷേത്ര ഗോപുരവാതിലുകൾ തടികൊണ്ട് നിർമ്മിച്ചതാണ്. അവയിലുമുണ്ട് നല്ല കൊത്തുപണികൾ. അങ്ങ് ദൂരെ കാണുന്നതാണ് ജലകന്ധേശ്വര ക്ഷേത്രം. ഇടതുഭാഗത്തായി മനോഹരമായ ഒരു മണ്ഡപം. ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി വിശാലമായ ഒരു കുളവും. വിജയനഗര സാമ്രാജ്യത്തിലെ സദാശിവരായിരുന്ന രാജാവിൻ്റെ മുഖ്യന്മാരായിരുന്ന ചിന്നബൊമ്മ നായക്കും തിമ്മനായക്കുമാണ് 1566-ൽ കോട്ട നിർമ്മിച്ചത്. അതുപോലെ തന്നെ ശ്രീ പരമേശ്വരൻ ഇവിടെ സ്വയംഭൂവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഴവെള്ളം നിറഞ്ഞ് നിശ്ചലമായി കിടന്നിരുന്ന ഈ പ്രദേശത്തിന് നടുവിലായി ചിതൽപുറ്റുപോലെ ഒരു കുന്ന് ഉയർന്നു നിന്നിരുന്നു. അതിനുള്ളിലായിരുന്നു ശിവവിഗ്രഹം. ഒരിക്കൽ ചിന്നബൊമ്മ നായക്ക് സ്വപ്ന ദർശനത്തിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ആ ദർശനപ്രകാരം അദ്ദേഹമാണ് ചിന്നബൊമ്മ നായക്കാണ് ഇവിടെ ചിതൽപുറ്റിരുന്ന ഭാഗത്തു നിന്നും ശിവവിഗ്രഹം കണ്ടെടുക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത്. ഈ കാണുന്ന നന്ദി വിഗ്രഹത്തിന് തൊട്ടു പിന്നിലായി ഒരു കെടാവിളക്കുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലായി പുരാതനമായ ഒരു കിണറുണ്ട്. അതിൽ നിന്നെടുക്കുന്ന ജലമാണ് ശ്രീ പരമേശ്വരൻ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. ഗംഗാഗൗരി തീർത്ഥമെന്നാണ് അതറിയപ്പെടുന്നത്. ഇത് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലും നമ്മൾ കാണുന്നതാണ്. നായനാർ അഥവാ നായന്മാർ.
ശിവഭക്തരായ 63 സന്യാസിമാരുടെ പ്രതിഷ്ഠകളാണ്. ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭക്തിപ്രസ്ഥാനം, തമിഴ് റിലീജിയസ് മൂവ്മെൻ്റൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നായനാർ എന്നും ആൾവാർ എന്നും. ആൾവാർ എന്ന് പറയുന്നത് വൈഷ്ണവ സന്യാസിമാരാണ് 12 പേര്. ഇത് ശിവസന്യാസിമാരാണ് 63 പേർ. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴാണ് ഇതാ നോക്കൂ പരമ്പരയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതും കണ്ടു. ഇനി നമുക്ക് പുറത്തെ ആദ്യം കണ്ട മണ്ഡപത്തിനടുത്തേക്ക് പോവാം. എന്തൊരു ഭംഗിയാണെന്നോ ഈ കൽമണ്ഡപം കാണാൻ. കഥ പറയുന്ന കൽത്തൂണുകൾ, ഓരോ കൽത്തൂണുകളിലും ഓരോ കഥകളാണ്, ഓരോ രൂപങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത്. ഈ സന്ധ്യാസമയത്ത് ഈ കൽത്തൂണുകൾക്ക് ചുവട്ടിലായി എത്ര നേരം വേണമെങ്കിലും അങ്ങനെ വെറുതെ അങ്ങിരിക്കുവാൻ നമുക്ക് തോന്നും. ഈ ക്ഷേത്രവും മണ്ഡപവും ഒക്കെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ പിന്നീട് വന്ന ഭരണാധികാരികളിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ മൂലം ഒരു 400 വർഷക്കാലം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് 1921 നമ്മുടെ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിൽ വന്നു. അതിനുശേഷം 1986 ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. അതുവരെ ക്ഷേത്രത്തിൻ്റെ മുഖ്യപ്രതിഷ്ഠയായ ശിവലിംഗം സതുവാച്ചേരിയിലെ ജലഗന്ധേശ്വര വിനായക ക്ഷേത്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ശ്രീ പാർവതി ഇവിടെ അഖിലാണ്ടേശ്വരി അമ്മനാണ്. നമുക്ക് ക്ഷേത്രത്തിനൊരു ചുറ്റുപ്രദക്ഷിണം വെച്ച് വരാം. ഇതാ നോക്കൂ, അതിവിശാലമായുള്ള പ്രാർത്ഥനാ ഹാളാണ് ശ്രീ പാർവതി അമ്മന്. ഇത് നെടുനീളത്തിൽ പില്ലറുകളിൽ തീർത്ത് എത്ര മനോഹരമായിരിക്കുന്നു. മിലിറ്ററി ആർക്കിടെക്ചറിൻ്റെ മനോഹാരിതയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. നേരം സന്ധ്യയായി, പക്ഷികളൊക്കെ ചേക്കേറാറായി. നമുക്കും മടങ്ങാം. കോട്ടയ്ക്ക് പുറത്തിറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ നോക്കൂ, ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കോട്ടയും പരിസരവും. എത്ര മനോഹരമായ കാഴ്ച. പക്ഷേ ട്രെയിനുള്ള സമയമായി, ഞങ്ങൾക്ക് മടങ്ങേണ്ടതുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.